നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. നമ്മളുടെയൊക്കെ മനസ്സിന് കുളിർമയേകുന്ന അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തരുന്ന എത്ര അധികം പാട്ടുകളാണല്ലേ നമുക്ക് എം ജി രാധാകൃഷ്ണൻ സാറ് തന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിരിച്ച് ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് എം ജി രാധാകൃഷ്ണൻ സാറ് നമ്മളൊക്കെ വിട്ടുപോയ ദിവസമാണ്. പക്ഷെ ഇപ്പൊ നമ്മളെപ്പോഴും ഷാനിക്ക നമ്മൾ പറയുന്ന പോലെ ഇവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല. ഇപ്പോഴും നമ്മളെ ഒരിക്കലും പോവുകയില്ല. എത്ര കഥകളാ നമ്മൾ പറയുന്നേ. ഇപ്പൊ ദാസ് സാറും എം ജി രാധാകൃഷ്ണൻ സാറും തമ്മിലുള്ള കാര്യങ്ങളും ഒരുപാട് സ്റ്റോറീസ് നമ്മൾ ഇവിടെ തന്നെ ഡെയിലി നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും ഇവരെ പറ്റിയുള്ള കഥകളല്ല പാറു, എല്ലാം നടന്ന കാര്യങ്ങളാണ്. രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു വണ്ടർഫുൾ കമ്പോസർ. നമ്മുടെ എന്താ പറയണ്ടേ, മലയാള മണ്ണിന്റെ മണമുള്ള ഒട്ടനവധി ഗാനങ്ങൾ നമ്മുടെ മലയാള സിനിമാ ശാഖയ്ക്ക് തന്നിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. എനിക്ക് പിന്നെ പേഴ്സണലി അദ്ദേഹത്തെ കുറേ അറിയാവുന്നുണ്ട്. ഈ കുടുംബമായിട്ട് തന്നെ വളരെ അടുത്ത ഒരു ബന്ധമുള്ളത് കൊണ്ടും രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഇത്രയും സരസനായിട്ടുള്ള ഒരു വ്യക്തി, അത് ഇവരുടെയൊക്കെ റെക്കോർഡിങ് കാണണം. കാര്യം ഇപ്പോൾ ദാസേട്ടൻ വന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ പാടുമ്പോൾ ആ റെക്കോർഡിങ് സാർ ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്. അവർ തങ്ങളുടെ ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് പറയുന്നത് അത് വല്ലാത്ത വൈബാണ്. ഇപ്പം അദ്ദേഹം സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ദാസേട്ടൻ്റെ അടുത്ത്. അപ്പം അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ കുറേ ഒട്ടനവധി. പിന്നെ എത്ര പാട്ടുകളാണ്, എത്ര പാട്ടുകൾ നമുക്ക്. അതുപോലെ അദ്ദേഹം ഈ ലളിതഗാന സംഗീത ശാഖ പാറുവിനൊക്കെ അറിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് നീയൊക്കെ ജനിച്ചപ്പോഴത്തേക്ക് അതൊക്കെ തീർന്നു. ഇതിന് മുമ്പുള്ള കാര്യമാണ്. ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനിൽ ലളിത സംഗീത പാഠം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ലൈറ്റ് മ്യൂസിക് പഠിപ്പിക്കും, ഒരു കുട്ടിയെ ഇരുത്തിയിട്ട് പഠിപ്പിക്കുക. അത് കേട്ട് പഠിച്ചിട്ട് എത്രയോ പേര് പാടുന്നവരുണ്ട് ഈ മത്സരങ്ങൾക്കൊക്കെ. അപ്പോൾ എത്രയോ അതിമനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ് രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചെയ്ത ഒരു പാട്ട് ഞാൻ 3 തവണയാണ് ഈ യുവജനോത്സവത്തിന് മത്സരിച്ചിട്ടുള്ളത്. 2 തവണയും ശങ്കര പാടി ചെവിക്ക് പിടിച്ചെടുത്ത് എന്നെ വെളിയിലെറിഞ്ഞു. 3ാമത്തെ തവണ രാധാകൃഷ്ണൻ ചേട്ടൻ കമ്പോസ് ചെയ്ത ഒരു പാട്ട് പാടിയിട്ടാണ് എനിക്ക് സ്റ്റേറ്റിൽ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ അതോടെ എൻ്റെ അമ്മ പറഞ്ഞു, ഇനിയും മത്സരം 10ാം ക്ലാസ്സാണ്, നീ മത്സരിക്കണ്ട, മതി കിട്ടിയല്ലോ, ഇനിയും മിണ്ടണ്ട. അതുമൊക്കെ ഞാൻ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഉഗ്രം പാട്ടാണ്. അപ്പം അത് എനിക്ക് പറയാനാണെങ്കിൽ കുറേ ഉണ്ടടാ. ഒരു നിവൃത്തിയില്ലാത്ത ഒരു ബന്ധമാണ് ചേട്ടനുമായിട്ടുള്ളത്. പിന്നെ ആ ഫാമിലി, നമ്മുടെ എം ജി അണ്ണാച്ചി, ഹരിശങ്കർ, ഇദ്ദേഹത്തിൻ്റെ മകൻ രാജ് ഒക്കെ നമുക്ക് എന്താ പറയണ്ടേ ചക്കരകളാണ്. അപ്പോൾ അത് പറഞ്ഞാൽ തീരത്തില്ല. അതുപോലെ ഓമനക്കുട്ടി ടീച്ചറും ഈ ഹരിയുടെ അമ്മയും, അത് മൊത്തത്തിൽ ആ കുടുംബമായിട്ട് അത്ര ഒരു ബന്ധമാണ്. അപ്പം എന്തൊക്കെയായാലും എത്ര അനവധി ഈ ഞാൻ ഒരിട്ട കാര്യം പറയത്തുള്ളൂ പാറു, ഈ ലെജൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന അവർക്കൊന്നും മരണമേ ഇല്ല. ഈ ഭൂമി എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ് ഉണ്ടെങ്കിൽ അത് ഉള്ളിടത്തോളം കാലം ഇവർക്കൊക്കെ അവർ ജീവനോടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. കാര്യം ഈ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാതെ ഒരു ദിവസം നമുക്ക് പോകത്തില്ല. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീതത്തിലൂടെ ജീവിക്കുന്നു ഇപ്പോഴും, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അത്ര താങ്ക് യു.